الشرط الخامس المحبة لهذه الكلمة ولما دلت عليه والسرور بذلك. ودليل المحبة قوله تعالى: ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. وقوله: يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين عزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم. അഞ്ചാമത്തെ ഷർത്ത് അൽ മഹബ്ബ ലി ആദിഹി അൽ കലിമ. ഈ കലിമത്തിനെ സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന ഈ കലിമത്തിനെ സ്നേഹിക്കണം. വലിമ ദല്ലത്ത് അലൈഹി, ഈ കലിമത്ത് അറിയിക്കുന്നതിനെയും സ്നേഹിക്കണം. ഈ കലിമത്ത് എന്തൊക്കെ അറിയിക്കുന്നുണ്ട്? ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ കലിമത്ത് അറിയിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന രണ്ട് സാക്ഷ്യവാക്യങ്ങൾ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് ദീനനുസരിച്ച് ജീവിക്കലാണ് എല്ലാ മേഖലകളിലും. വസ്സുറൂറു ബിദാലിക, അതുകൊണ്ട് സന്തോഷിക്കുകയും വേണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിൽ സന്തോഷിക്കുകയും വേണം. അതാണ് അൽ മഹബ്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്നേഹത്തിനുള്ള തെളിവ്? ഖൗലുഹു തആല വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി, അല്ലാഹ്ക്ക് പുറമെ സ്വീകരിച്ച ചിലരുണ്ട്, അന്താദൻ ചില സമന്മാരെ, യുഹിബ്ബൂനഹും എങ്ങനെ സമന്മാരാണ്? അവർ അവരെ ഇഷ്ടപ്പെടുന്നു, കഹുബില്ല അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടാണ്. അപ്പോൾ ഹുബ്ബ് വേണം. അള്ളാഹു കലിമത്തു ഷഹാദ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ദീ മുഴുവൻ ഇഷ്ടപ്പെടലാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടണം. ഒന്ന് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, രണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടണം, ഈ ദീനിനെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെയെല്ലാം ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെടാൻ കൽപ്പിച്ചതിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ വെറുക്കുന്നവരെ വെറുക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ വെറുക്കുന്നവരെ വെറുക്കണം, അള്ളാഹുവിന്റെ ദീനിനെ വെറുക്കുന്നവരെ വെറുക്കണം, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും വെറുത്തവരെ വെറുക്കണം. ഇതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. വളരെ പ്രാധാന്യമുള്ളൊരു ഷർത്ത് കൂടിയാണിത്, അൽ മഹബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ളവരെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ദീനിൽ നിന്നും പുറത്തു പോയാൽ, മുർത്തദായാൽ. ഈ ആയത്ത് മുഅ്മിൻ മുർത്തദാകും എന്നതിന് തെളിവാണ്. സമസ്തക്കാർ പറയാറുണ്ട് മുഅ്മിനീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പിന്നെ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ളവരെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ദീനിൽ നിന്ന് പുറത്തു പോയാൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹ് വേറെ കൗമിനെ കൊണ്ടുവരും. അള്ളാഹ്ക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ മുഅ്മിനായിട്ടില്ല എന്നത് അള്ളാഹ്ക്ക് നഷ്ടമൊന്നുമില്ല. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, വയുഹിബ്ബൂനഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൗമിനെ കൊണ്ടുവരും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് വിനയം കാണിക്കുന്നവരാണ് അവർ. ദലീലുൻ ജംഉ അദില്ല, മുഅ്മിനീങ്ങളോട് വിനയം കാണിക്കുന്ന, അങ്ങേയറ്റത്തെ വിനയം കാണിക്കുന്ന, അതിനാണ് അദില്ലത്ത് എന്ന പ്രയോഗം അള്ളാഹ് പ്രയോഗിച്ചത്. ഐസത്തിൻ അലൽ കാഫിരീൻ, അസീസിന്റെ ജംഉ ഐസത്ത്. കാഫിരീങ്ങളോട് എന്താ പറയാ, ഇസ്സത്ത് കാണിക്കുന്ന, എന്താ ഇസ്സത്ത് വലത്ത് പറയാ, കാഫിരീങ്ങളോട് പ്രതാപം കാണിക്കുന്ന ആൾക്കാരെ അള്ളാഹു കൊണ്ടുവരും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പോരാടും, ജിഹാദ് ചെയ്യും. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപിക്കുന്ന ഒരാളുടെയും ആക്ഷേപത്തെ അവർ പേടിക്കുകയില്ല. അങ്ങനത്തെ ഒരു കൗമിനെ കൊണ്ടുവരും നിങ്ങൾ പോയാൽ. അള്ളാഹു പ്രയോഗിച്ചത് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിബന്ധന ഒന്നാണ്. എന്താണ്? മുഹമ്മദ് റസൂൽ അനുസരിച്ച് ജീവിക്കലാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എങ്കിൽ യുഹിബ്ബുക്കും അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിലും നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം ശരിയാണ് എങ്കിലും നിബന്ധന ഒന്നേ ഉള്ളൂ, ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അതനുസരിച്ച് ജീവിച്ചാലേ
മഹബത്താവും. അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല, അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവിനെ വേണ്ടിയാണ് സ്നേഹിക്കേണ്ടത്. സ്നേഹം വലിയ ആമലാണ്, വലിയ ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാ ഹദീസിൽ വന്ന സുന്നത്തി മാ സബത ഫി സഹീഹി അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ആരിലുണ്ടോ അവൻ ഈമാന്റെ മാധുര്യം ആസ്വദിച്ചു. പിന്നെ അവനക്ക് എല്ലാം സന്തോഷത്തിലായി. ഈമാന്റെ മാധുര്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കൽ അവനക്ക് എളുപ്പമായി മാറും. 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്താണ്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻക്കേറെ ഇഷ്ടപ്പെട്ട ആളാകണം. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും അവനേറെ ഇഷ്ടമുള്ള ആളാകണം. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമാണ് അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടം. അള്ളാഹിനോടൊപ്പം അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ പാടില്ല, അത് ശിർക്കാവും. അൽ ഹുബ്ബു മഅല്ല പാടില്ല, അൽ ഹുബ്ബു ഫില്ല, അൽ ഹുബ്ബു ലില്ല. അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ പേരിൽ അതേ ഇഷ്ടമാകാൻ പാടുള്ളൂ. അള്ളാഹിനോടൊപ്പമുള്ള ഇഷ്ടം ശിർക്കാണ്, അത് പാടില്ല. ഇന്ന് പലരും റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്ന വാദത്തിൽ ഓവറായി, എന്നിട്ട് അള്ളാഹിനെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നിടത്തേക്ക് എത്തി, അത് ശിർക്കാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു, അതൊക്കെ തെറ്റാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും മറ്റെന്തിനേക്കാളും ഒരാൾ സ്നേഹിച്ചാൽ അതാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു. അള്ളാഹു കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം കുഫറിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുകയും ചെയ്താൽ നരകത്തിൽ തീയിൽ ഇടപെടുന്നത് വെറുക്കുന്നത് പോലെ അവൾ വെറുത്താൽ ഈ 3 കാര്യം ആരിലുണ്ടോ അവന് ഹലാവത്തുൽ ഈമാൻ കിട്ടി എന്ന് പറഞ്ഞു. സഹാബാക്കളോട് പറഞ്ഞതാണ് 3ാമത്തെ കാര്യം. സഹാബാക്കൾ കുഫറിൽ നിന്ന് വന്നവരാണ്, ഷിർക്കിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ചില പ്രവർത്തനങ്ങൾ, ചില വിശ്വാസ കാര്യങ്ങൾ, ചില മസലകളൊക്കെ ചർച്ച ചെയ്യുമുണ്ടല്ലോ. സഹാബാക്കൾക്ക് തോന്നും ഇതിനേക്കാൾ നല്ലത് പഴയ തന്നെ, അല്ലെങ്കിൽ തിരിച്ചു അത് സുഖമാണ്, വിശാലമാണ്, എന്തു ആകാം എന്ന് തോന്നണ്ട, അത് തോന്നാൻ പാടില്ല. ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റണം. ഇതിനേക്കാൾ പഴയതാണ് നല്ലത്, അതിലേക്ക് മടങ്ങിയേക്കാം, ഇതൊക്കെ ഒഴിവാക്കാം എന്ന് വിചാരിക്കരുത് എന്ന്. ഇതിൽ 1ാമത്തെ നിബന്ധനയായിട്ട് പറഞ്ഞ എന്താണ്? ഈമാന്റെ മാധുര്യം കിട്ടാൻ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. الشرط السادس